ഒരു ലൈന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, ഒരേ ഒരു ലൈൻ. ഓക്കെ, ആ ലൈന് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ചോദ്യം പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, ചോദ്യം ഒന്ന് മാറ്റിയിട്ടുണ്ട് അവർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. CSS എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇതിൽ എങ്ങനെ അത് മാറ്റം വരുത്താന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് 2024 SSLC ICT എക്സാമിന് HTML-മായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എക്സ്റ്റേണൽ CSSഉം അതുപോലെ തന്നെ HTML ഇന്റേണൽ CSSൽ വരുന്ന ചില ചോദ്യത്തിൽ വരുന്ന ചില മാറ്റങ്ങൾ വരുത്താനുള്ള ചില ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2024 SSLC ICT എക്സാമിന് HTML എന്നുള്ള ക്വസ്റ്റ്യൻസ് പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതുപോലെ തന്നെ വീഡിയോ കാണുക മാത്രമല്ല നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ചോദ്യം ശ്രദ്ധിച്ച് ഇത് നമുക്ക് 2024 SSLC ICT എക്സാമിന് വേണ്ടി നമ്മുടെ ഗവൺമെൻറ് തന്നെ, അതായത് കൈറ്റ് തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് പറയുന്നത്. ഇന്റേണൽ CSSലെ മാറ്റങ്ങൾ വരുത്താനും ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇതിൽ നിങ്ങൾ കാര്യമായിട്ടൊന്നും ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ചില കാര്യങ്ങൾ നമ്മൾ ടെക്നിക്സ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. HTML വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ട് കാര്യമാണ്. ഒന്ന് HTML ഫയൽ .html എന്ന് വെച്ചിട്ടുള്ള ഒരു ഫയൽ ഇതിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്കിവിടെ കാണാം schools.sports.html അല്ലേ, ആ ഫയലാണ് നമ്മൾ തുറക്കേണ്ടത്. അപ്പോൾ അത് എവിടെ തന്നിട്ടുണ്ടായിരിക്കുക? എക്സാം ഡോക്യുമെൻറ്റ്സിനകത്താണ് തന്നിട്ടുണ്ടായിരിക്കുക. അതെവിടെയാണ്? ഹോമിനകത്താണ്. ഓക്കെ, നമുക്കറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഇതിൽ ഇന്റേണൽ CSSൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇന്റേണൽ CSS ഇനി പഠിക്കാത്തൊരു ടെൻഷൻ അടിക്കണ്ട. ഇന്റേണൽ CSS എന്ന് പറഞ്ഞാൽ ഒന്നും നിങ്ങൾ കാര്യമാക്കേണ്ടതില്ല. ഇതിൽ എങ്ങനെ അത് മാറ്റം വരുത്താന്നുള്ളത് നമ്മൾ സിമ്പിളായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫോൺ ഫാമിലി അതുപോലെ തന്നെ കുറേ കാര്യങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ ആവാൻ പോകണ്ട. അതൊക്കെ നമ്മൾ സിമ്പിളായിട്ട് ഇതിൽ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നമ്മളെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ HTML നിന്ന് ഏത് ചോദ്യം കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എക്സാം ഡോക്യുമെൻറ്റ്സിൽ എവിടെയാണിത് തന്നിട്ടുള്ളത്? ഹോമിൽ എക്സാം ഡോക്യുമെൻറ്റ്സിനകത്താണ്. അപ്പോൾ ആ ഒരു ഫോൾഡറിനകത്തേക്ക് പോയിട്ട് ഈ .html എന്ന് ഉള്ള എക്സ്റ്റൻഷനോട് കൂടിയിട്ടുള്ള ഈ ഒരു ഫയൽ നമ്മൾ തുറക്കണം. ഇവിടെ സ്കൂൾ സ്പോർട്സ് ആണ്, നിങ്ങൾക്ക് ഏതാണോ അവിടെ ഫയൽ വന്നിട്ടുള്ളത് ആ ഫയൽ നമ്മൾ തുറക്കുക. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് മിനിമൈസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിലേക്ക് പോകുന്നു. ഹോം ഫോൾഡർ ഡബിൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എക്സാം ഡോക്യുമെൻറ്റ്സിൽ നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും. നമ്മൾ ഇവിടെ പേര് നോക്കിയാൽ മതി. പേരെന്താണ്? സ്കൂൾ സ്പോർട്സ് .html ആണ്. അപ്പോൾ ആ പേരുള്ള ഫയൽ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ആ ഫയലിൽ നമ്മളൊന്ന് എന്ത് ചെയ്യണം? റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷൻ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകാർ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്പൺ വിത്ത് അതർ ആപ്ലിക്കേഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ടെക്സ്റ്റ് എഡിറ്ററിലാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ടെക്സ്റ്റ് എഡിറ്റർ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ പുതുതായി ഓപ്പൺ ചെയ്യുകയാണെന്നുവെങ്കിൽ ടെക്സ്റ്റ് എഡിറ്റർ ഇവിടെ കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ അടിയിലൊരു ഓപ്ഷൻ നമുക്ക് കാണാം, വ്യൂ ഓൾ ആപ്ലിക്കേഷൻ. പ്രത്യേകം ശ്രദ്ധിക്കുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോവും. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു അടിയിൽ വ്യൂ ഓൾ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ ടെക്സ്റ്റ് എഡിറ്റർ എന്ന് കാണാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ലിനക്സ് OSൽ ഓൾറെഡി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ട് 2 ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഇതിൽ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് എഡിറ്റർ സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിലുള്ള ഈ സെലക്ട് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ നമ്മുടെ ടെക്സ്റ്റ് എഡിറ്റർ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് HTML. നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിച്ചതുപോലെ അതിൻ്റെ CSSഉം അതുപോലെ തന്നെ HTML ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഫയൽ നമുക്കിവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമില്ലാത്ത ഫോൾഡേഴ്സൊക്കെ നമുക്കൊന്ന് ക്ലോസ് ചെയ്ത് കളയാം. എക്സാമിന് ചെയ്യുമ്പോൾ നിങ്ങളെ ടെൻഷൻ ആവാതിരിക്കാൻ നല്ലതാണ്. അപ്പോൾ നമുക്കിവിടെ എക്സാം ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം നമ്മളിവിടെ ടെക്സ്റ്റ് എഡിറ്ററിൽ തുറന്നു വെച്ചിട്ടുള്ള ഈ ഫയൽ ഒന്ന് എടുക്കുക. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുക. അവിടെ ചോദ്യം കൂട്ടുകാർക്ക് ലഭിക്കുന്നുണ്ടാവുക എക്സാമിനേഴ്സ് കറൻറ്റ് ക്വസ്റ്റ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും. അപ്പോൾ താഴത്ത് നിങ്ങൾ ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ താഴത്തെ പാനലിൽ ഇതുപോലെ കറൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ് എടുക്കുന്നുണ്ടാവും. നമുക്കിവിടെ സാമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അവിടെ കറൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ എടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി ഇവിടെ ഹിൻസിൽ നമുക്ക് എന്താണ് മാറ്റം വരുത്തേണ്ടതെന്നുള്ളത് തന്നിട്ടുണ്ടായിരിക്കും. ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് ഫോൺ ഫാമിലി അതുപോലെ ബാക്ക്ഗ്രൗണ്ട് കളർ ഇതൊക്കെ എന്തിനാണ് മാറ്റം വരുത്തേണ്ടതെന്ന് ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നോക്കുക ഏതിനാണ് മാറ്റം വരുത്താൻ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട് അല്ലേ, സ്പോർട്സ് ഫെസ്റ്റ് 2023-24 സ്പോർട്സ് ഫെസ്റ്റ്
2023-24 പറഞ്ഞ് തെറ്റാൻ തുടങ്ങി അല്ലേ. അപ്പോൾ നോക്കുക, സ്പോർട്സ് ഫെസ്റ്റ് 2023-24 എന്ന് പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ഹെഡിങ് ആണ്. ഈ ഹെഡിങ്ങിനാണ് ആദ്യം നമ്മൾ ഇതിൻ്റെ CSS മാറ്റം വരുത്തേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹെഡിങ് എവിടെയാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം നമുക്ക് അതിൽ മാറ്റം വരുത്തണം അല്ലേ. അപ്പോൾ ആദ്യം നമ്മളിതൊന്ന് മാക്സിമൈസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വലുതായി കാണാൻ വേണ്ടി ഞാനിതൊന്ന് മാക്സിമൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം പോണത് ഹെഡിങ്. ആ ഒരു ഹെഡിങ് ഇവിടെ കാണുന്നുണ്ടോ എന്ന് നോക്കാം. കൂട്ടുകാർക്ക് ഒന്നും കൂടി താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു ട്രിക്ക് കൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ Ctrl F അടിക്കുക. Ctrl F എന്ന് പറഞ്ഞാൽ നമ്മൾ ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ താഴത്ത് കാണുന്നുണ്ടാവും ഒരു വിൻഡോ വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ആ ഒരു പേര് അടിച്ചു കൊടുത്താൽ മതി, സ്പോർട്സ് ഫെസ്റ്റ്, SPORT എന്ന് അടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു വേർഡ് ഇവിടെ കാണിച്ചു തരും. ഇവിടെ നമുക്ക് 2 സ്പോർട്സ് ഫെസ്റ്റ് ഉണ്ട്. ഇതിൽ നമ്മളൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്പോർട്സ് വരുന്ന ഭാഗം ക്ലിയർ ആയിട്ട് ഇവിടെ കാണിച്ചു തരും. ഇനി അത്തരത്തിലുള്ള ഭാഗങ്ങളിലേക്കൊന്നും പോകണ്ട. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അറ്റ്ലീസ്റ്റ് കാണാൻ കഴിയില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇവിടെ നമ്മളൊന്ന് ജസ്റ്റ് തിരഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാം ഇവിടെ സ്പോർട്സ് ഫെസ്റ്റ് 2023-24. ഇനി ഇതെല്ലാം നമുക്ക് കണ്ടെത്തേണ്ടത് ഇതിൻ്റെ ടാഗാണ്. ഇത് ഏത് ടാഗിനകത്താണ് എഴുതിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഈ ലൈൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടാഗ് ഏതാണ്, H1 ആണ്. അതുപോലെ ഇവിടെ ഒരു ഹെഡർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും ഉണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ക്ലാസ് ഹെഡറിന് ക്ലാസ് സെലക്ടറിനകത്താണ് നമ്മളെ ഈ ഒരു CSS കൊടുത്തിട്ടുള്ളത്. അപ്പോൾ H1 ഒരു ക്ലാസ് സെലക്ടർ ഉണ്ട്, ഹെഡർ എന്ന് പേരുള്ള ഒരു ക്ലാസ് സെലക്ടർ ഉണ്ട്. അതിനകത്താണ് നമ്മൾ മാറ്റേണ്ടത് എന്ന് ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു ഹെഡർ ക്ലാസ് സെലക്ടർ ആയിട്ടുള്ള ആ ഹെഡർ H.ഹെഡർ എന്നായിരിക്കും പേര് വരുന്നുണ്ടാവുക. ഡോട്ട് ഇട്ടിട്ടാണ് അതിൻ്റെ ക്ലാസിൻ്റെ നെയിം കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ മുകളിൽ നിങ്ങൾക്ക് എവിടെയാണ് CSS വരിക എന്നുള്ളത് ഐഡിയ ഉണ്ടോ? ഓക്കെ, എവിടെയാണ്? സ്റ്റൈൽ എന്ന് പറയുന്ന ടാഗിൻ്റെ ഉള്ളിലായിരിക്കും അല്ലേ. സ്റ്റൈൽ ടാഗ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്തതിൻ്റെ ഉള്ളിലായിരിക്കും ഇൻറ്റേർണൽ CSS എല്ലാതും വന്നിട്ടുണ്ടായിരിക്കാം. ഇതിൽ ഫസ്റ്റ് വണ്ണിനെ നമ്മൾ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറയുന്നത് പോലെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നമുക്ക് കാണുന്നത് ഏതാണ്, H1.header ആണ് അല്ലേ. അപ്പോൾ അതിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്. നമ്മൾ നേരത്തെ കണ്ടതാണ് ഇവിടെ ക്ലാസ് ഏതാണ്, ഹെഡർ ആണ്. അപ്പോൾ ഇവിടെ H1 ഹെഡർ എന്ന് പറയുന്ന ക്ലാസ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്? ഫോൺ ഫാമിലി ഷെരീഫ്, ബാക്ക്ഗ്രൗണ്ട് കളർ ഡാർക്ക് ആക്കണം അല്ലേ. ഫോൺ ഫാമിലി ഇവിടെ ഏതാണ്, വെറുതെയാണ്. അവിടെ നമുക്ക് ഷെരീഫ് എന്ന് എഴുതി കൊടുക്കാം. ഇനി എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബാക്ക്ഗ്രൗണ്ട് കളർ ഡാർക്ക് ആക്കണം അല്ലേ. അപ്പോൾ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ ഇവിടെ കാണുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് എന്താണ്, ലൈറ്റ് ഗ്രേ ആണ്. അത് മായ്ച്ചിട്ട് നമുക്ക് ഈ ഗ്രേയുടെ ഈ തറ്റത്ത് ആ സെമിക്കോളൻ നമ്മൾ കളയാൻ പാടില്ല കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കണം. അത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സിൻടാക്സിൻ്റെ ഭാഗമാണത്. അപ്പോൾ അത് നമ്മൾ കളയാൻ പാടില്ല. നമ്മൾ ആ ലൈറ്റ് ഗ്രേ മാത്രം നമ്മൾ ബാക്ക് സ്പേസ് അടിച്ച് മായ്ക്കുന്നു. കീബോർഡൊക്കെ എല്ലാവർക്കും വശം ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അറിയാത്തവർ കീബോർഡൊക്കെ വേഗം ഒന്ന് നോക്കി പഠിക്കുക കേട്ടോ, എവിടേക്കാണ് കീ ഉള്ളതെന്നൊക്കെ നോക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ഡാർക്ക്ഡ് എന്ന് ടൈപ്പ് ചെയ്യുന്നു. ഓക്കെ, ഡാർക്ക്ഡ് എന്നാണ് ഇതിൻ്റെ സ്പെല്ലിങ്. ഇനി സ്പെല്ലിങ് അറിയാത്തവരും ടെൻഷൻ അടിക്കേണ്ട, ഒക്കെ നമ്മളെ ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മളെ ജോലി. ഓക്കെ, അപ്പോൾ ഡാർക്ക്ഡ് നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇനി ആ ഒരു കാര്യം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് പറഞ്ഞിരിക്കുന്ന ഹിൻറ്റ്, രണ്ടാമത്തെ ഹിൻറ്റ് എന്താണ്, ഫോൺ സൈസ് 22 പിക്സലാണ്. അപ്പോൾ ഈ ഒരു പാറ്റേൺ ക്വസ്റ്റ്യനകത്ത് നമുക്ക് ഒന്നുകൂടി ബോൾഡാക്കിയിട്ട് എന്താണ് മാറ്റേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്താണ് ടെൻഷൻ അടിക്കാതെ വളരെ പെട്ടെന്ന് എന്താണ് മാറ്റം നമുക്ക് കണ്ടെത്താൻ സഹായിക്കും. ഇതിലെന്താ ചെയ്യേണ്ടത്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് പാരഗ്രാഫിനാണ് അല്ലേ. ഇതുപോലെ മലയാളം ക്വസ്റ്റ്യനും ഉണ്ട് കേട്ടോ. നമ്മൾ മലയാളം ക്വസ്റ്റ്യനിലേക്ക് പോയാൽ ഇതൊക്കെ നമുക്ക് അവിടെ കാണാം. ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത്, ഫോൺ സൈസ് 22 പിക്സൽ ആക്കണം. ഇതിൽ ഗണ്ഡിക എന്ന് പറയുമ്പോൾ ടെൻഷൻ അടിക്കണ്ട. നമ്മൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പാരഗ്രാഫ് എന്നാണ് അല്ലേ. അപ്പോൾ പാരഗ്രാഫിന് നമ്മൾ എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് നോക്കാം. അപ്പോൾ മലയാളം മീഡിയംകാരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഗണ്ഡിക എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളാണ് ചിലപ്പോൾ എന്താവുക ഒന്ന് തപ്പിപ്പിടിക്കേണ്ടി വരിക. ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യനിൽ എന്തായിരിക്കും, വളരെ സിമ്പിളായിട്ട് ആ കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. മലയാളം മീഡിയക്കാർ ഈ ഒരു വേർഡൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഗണ്ഡിക എന്താണ്, അതുപോലെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അത്തരത്തിലുള്ള ആ ഒരു വേർഡ്സൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ ഗണ്ഡിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താലോചിക്കണം, പാരഗ്രാഫ് ആണെന്ന് ആലോചിക്കണം. പാരഗ്രാഫിൻ്റെ ടാഗ് ഏതാണെന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരിക്കും, P ആണ്. ഇനി അതല്ലെങ്കിലും നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ പാരഗ്രാഫ് എവിടെയാണ് തപ്പിപ്പിടിച്ച് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പാരഗ്രാഫ് കാണാം. ഇതാണ് പാരഗ്രാഫായിട്ട് വരുന്നത്. അതിൻ്റെ ടാഗ് എന്താണ്, P ആണ്. കക്ഷിക്ക് ക്ലാസ് ഉണ്ടോ,
ഇല്ല. അപ്പോൾ ക്ലാസ് ഇല്ലാത്ത പി ടാഗാണ് നമ്മളിവിടെ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഇവിടെ ഒരു പി ടാഗ് തന്നെ ഉള്ളൂ, അതിന് ക്ലാസ് ഇല്ല. ഓക്കെ, അപ്പോൾ അത് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എന്ത് മാറ്റമാണ് നമ്മൾ വരുത്തേണ്ടത്? ഫോൺ സൈസ് 22 പിക്സൽ ആക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ ഫോൺ സൈസ് ഇപ്പോൾ എത്രയാണുള്ളത്? 15 പിക്സലാണ്. അത് നമ്മൾ മാറ്റിയിട്ട് ഇവിടെ 22 പിക്സലാക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ അത് ആ പിക്സൽ PX എന്നുള്ളത് മായ്ക്കാൻ പാടില്ല, ആ വാല്യൂ മാത്രം ചേഞ്ച് ചെയ്ത് നമ്മൾ എന്താക്കി കൊടുത്തിട്ടുണ്ട്? 22 പിക്സൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഇവിടെ ഗിവ് ബാക്ക്ഗ്രൗണ്ട് കളർ ടു പിങ്ക് ടു ദി വെബ് പേജ്. മലയാളം ക്വസ്റ്റ്യനിൽ പരിശോധിച്ച് നോക്കിയാൽ എന്താണ്? വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പിങ്ക് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയംകാർക്ക് അതിൻ്റെ വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 2 ക്വസ്റ്റ്യനിലും നമ്മൾ ശ്രദ്ധിച്ചാൽ വെബ് പേജിൻ്റെ എന്ന് കാണുമ്പോൾ നമ്മൾ എന്ത് നോക്കണം? വെബ് പേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ വെബ് പേജിൻ്റെ മൊത്തം കണ്ടൻറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നതെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടാഗ് ബോഡിയാണ്, ഓർത്ത് വെക്കുക. ബോഡി ടാഗാണ് നമ്മൾ വെബ് പേജ് എന്ന് പറയുമ്പോൾ ഓർത്ത് വെക്കേണ്ടത്. വെബ് പേജിന് എന്ത് മാറ്റം പറഞ്ഞാലും നമ്മൾ ഏതിനാണ് മാറ്റം വരുത്തേണ്ടത്? ബോഡി ടാഗിനാണ്. അപ്പോൾ CSSൽ നമുക്ക് ബോഡി ടാഗ് കാണുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ തപ്പി പിടിച്ച് വന്നു കഴിഞ്ഞാൽ ബോഡി ടാഗ് ഇവിടെ ഉണ്ട്, കക്ഷി ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. ഒളിച്ചിട്ടല്ല, കുറച്ചൊക്കെ വ്യക്തമായിട്ട് തന്നെയാണ്, ഒരു ലൈനുള്ള കാരണം ആ പുള്ളിയെ നമുക്ക് അത്ര പെട്ടെന്ന് കാണാത്തതാണ്. അപ്പോൾ ബോഡി ടാഗ് നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്? ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കളർ പിങ്ക് ആക്കി കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. മലയാളം ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ അതും ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. വെബ് പേജിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ത് കൊടുക്കണം? പിങ്ക് നൽകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഉള്ളത് ഇപ്പോൾ ഏതാണ്? വൈറ്റ് ആണ്. അപ്പോൾ ആ വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം നമ്മൾ മായ്ക്കുന്നു. അതിനുശേഷം നമ്മളവിടെ പിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ പിങ്ക് എന്ന് അവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ എല്ലാ ഹിൻസിൽ തന്ന എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? സേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഏത് HTML ചോദ്യം ലഭിച്ചാലും ഫയൽ തുറക്കേണ്ടതും സേവ് ചെയ്യേണ്ടതൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ അതൊന്ന് വ്യക്തമായി പഠിച്ചു വെക്കുക. സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. മലയാളം ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം സേവ് ആസ് സങ്കേതം ഉപയോഗിച്ച് ഹോമിലെ എക്സാണ്ടൻ ഫോൾഡറിൽ പേരെന്തായിരിക്കും? രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ അല്ലേ? അപ്പോൾ ആ ഒരു പാറ്റേൺ ആ ഒരു ഫയൽ നെയിമിലാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഫയൽ ഇവിടെ താഴത്ത് നമ്മൾ അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ അടിയിലെ പാനലിൽ പോയി എടുക്കാനൊക്കെ പഠിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എക്സാമിന് കൂടുതൽ സിമ്പിളായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്ത ഫയൽ എവിടെ ഉണ്ടായിരിക്കും? അടിയിലെ പാനലിലേക്ക് എടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ കാണുന്നുണ്ട് ഫയൽ മെനു എന്നുള്ളൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ചില ടെക്സ്റ്റ് എഡിറ്റർ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എന്ത്, ലിനക്സിൽ നമുക്ക് 2 ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഉണ്ട്. ഇതിൽ ഒരു ടെക്സ്റ്റ് എഡിറ്ററിൽ നമുക്ക് ഈ പറയുന്ന മെനൂസ് ഒന്നും കാണില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? മേലോട്ട് നോക്കിയിരിക്കും അല്ലേ? അപ്പോൾ അതിന് പകരം നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ കാണാം. നമ്മൾ മൊബൈൽ ഫോണിലൊക്കെ കാണുന്നത് പോലെ ഒരു 3 വര കാണാം. അതിനകത്ത് ആരുണ്ടായിരിക്കും? പുള്ളി ഉണ്ടായിരിക്കും. ആര്? സേവാസ്. ഓക്കെ, അപ്പോൾ ഫയൽ മെനുവിനകത്ത് പോയിട്ട് നമ്മൾ സേവാസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഫയൽ മെനുക്കുള്ള ഒരു ടെക്സ്റ്റ് എഡിറ്ററാണ് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഫയൽ മെനുവിൽ പോയി നമ്മൾ സേവാസ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മളിവിടെ .html, ഇവിടെ പേര് ശ്രദ്ധിക്കുക, .html എന്ന എക്സ്റ്റൻഷനോട് കൂടിയിട്ടാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ ഈ പേര് നമ്മളൊന്ന് ചേഞ്ച് ചെയ്യണം. അവിടെ എന്ത് കളയാൻ പാടില്ല? .html കളയാൻ പാടില്ല. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. ആ എക്സ്റ്റൻഷൻ അവിടെ മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആ പേര് മാത്രം വായിക്കുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നമ്മൾ എന്താ കൊടുക്കേണ്ടത്? രജിസ്റ്റർ നമ്പർ _ ക്വസ്റ്റ്യൻ നമ്പർ. അപ്പോൾ നമ്മളവിടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം _ ഇടുന്നു. _ ഇടാൻ അറിയുമെന്ന് വിചാരിക്കുന്നു. എന്താണ്? നമ്മൾ ആ ഷിഫ്റ്റും അതുപോലെ തന്നെ ആൽഫബറ്റിന് മുകളിലുള്ള മൈനസും കൂടി ഒരുമിച്ച് അമർത്തും. ഓക്കെ, ഇനി നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ക്വസ്റ്റ്യന് ഈ HTML ക്വസ്റ്റ്യന് വരെ ലാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ 4, അതായത് ഗ്രൂപ്പ് 4ലാണ് ഇത് വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ Q4 എന്നതിന് പേര് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ Q4 എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. ആ .html നമ്മൾ കളഞ്ഞിട്ടില്ല, എക്സ്റ്റൻഷൻ അവിടെ തന്നെ ഉണ്ട്. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്? എക്സാം 10ലാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സാമിന് ഏത് ഫയലും സേവ് ചെയ്യേണ്ടത് ഏത് ഫോൾഡറിലാണ്? എക്സാം 10ലാണ്. അപ്പോൾ നമ്മൾ ഹോം ഫോൾഡർ ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഹോം എന്ന് തന്നെ ആയിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ചിലതിൽ നമ്മൾ ഡെസ്ക്ടോപ്പിൻ്റെ മുകളിലുള്ള ആ ലോഗിൻ ചെയ്തിട്ടുള്ള ഫയൽ നെയിമൊക്കെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് ഹോം എന്ന് പേരായതുകൊണ്ട് ഹോമിൽ തന്നെ പോയി ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എക്സാം 10 എന്ന് പറയുന്ന ഫോൾഡറോട് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക, അവിടെ ഫോൾഡർ സെലക്ട് ആയിട്ടില്ല എന്നൊന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം? സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ സേവ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്.
ഇവിടെ ഓൾറെഡി ഞാനൊരു ഫയൽ അവിടെ നേരത്തെ സേവ് ചെയ്തതുകൊണ്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്, റീപ്ലേസ് ചോദിച്ചിട്ട് ഞാൻ ജസ്റ്റ് റീപ്ലേസ് കൊടുത്തു. നിങ്ങൾക്ക് അങ്ങനെ ചോദിക്കില്ല കേട്ടോ, നിങ്ങൾക്കൊക്കെ ക്ലിയർ ആയിട്ടാവും എക്സാമിന് വരുന്നുണ്ടാവുക. ഞാനിവിടെ ഇന്നലെ ഒന്ന് ചെയ്ത് വെച്ചുകൊണ്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഒരു നമ്പറും ശ്രദ്ധിക്കുക, 789. എൻ്റെ രജിസ്റ്റർ നമ്പർ എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ 789,456_Q4 എന്ന പേരിലാണ് നമ്മളിപ്പോൾ സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മളിതൊന്ന് മിനിമൈസ് ചെയ്യുന്നു. മിനിമൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് മിനിമൈസ് ചെയ്യാം. ഞാനിവിടെ 2 ക്വസ്റ്റ്യൻസ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഒരു ക്വസ്റ്റ്യനെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുള്ളൂ, അത് മിനിമൈസ് ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഹോം ഫോൾഡറിൽ പോകുന്നു. ഹോം ഫോൾഡറിനകത്ത് exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ നമ്മൾ ആ ഒരു ഫയൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസർ സോഫ്റ്റ്വെയറിനകത്ത് ഓപ്പൺ ചെയ്യും. അപ്പോൾ ബ്രൗസർ സോഫ്റ്റ്വെയർ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഒന്നുമില്ല, നമ്മൾ ഈ HTML ഫയൽ കാണുന്നത് ഏതിലാണ്, ബ്രൗസർ സോഫ്റ്റ്വെയറിലാണ്. അപ്പോൾ നമുക്ക് ആ ഒരു HTML ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് ചിലപ്പോൾ വലുതായിട്ടായിരിക്കും വരുന്നുണ്ടാവുക, അത് നിങ്ങളൊന്ന് ചെറുതാക്കാൻ പഠിക്കുക. ആദ്യം നമ്മളിവിടെ ഈ ഒരു ഡബിൾ സ്ക്വയർ ആണെച്ചെങ്കിൽ നമ്മളത് എന്തായിരിക്കണം, ഒരു സിംഗിൾ സ്ക്വയറിലേക്ക് മാറ്റണം. മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വിൻഡോ എത്ര വേണമെങ്കിലും ചെറുതാക്കി വെക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ഒരു ഫോൾഡർ, നമ്മൾ ഓപ്പൺ ചെയ്ത ഫോൾഡറിൻ്റെ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം ഈ കക്ഷീനെ ഒന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നു. ഇനി അടിയിലെ പാനലിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർമ്മ ഉണ്ടായിരിക്കും അല്ലേ, അടിയിലെ പാനലിൽ നമ്മൾ ചെയ്തു വെച്ചതൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ മിനിമൈസ് ചെയ്തിട്ട് ആ HTML ഫയൽ ഇവിടെ ഉണ്ട്. അതിനുശേഷം അതും നമ്മൾ പറഞ്ഞ പോലെ ഇവിടെ കണ്ടോ, നിങ്ങൾ 2 സ്ക്വയർ കണ്ടോ, അതൊരൊറ്റ സ്ക്വയർ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ ചെറുതാക്കി വെച്ചുകൊണ്ട് ആ ചെറുതാക്കിയ പോലെ തന്നെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിൻ്റെ തറ്റത്തേക്ക് മൗസ് എത്തിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം, വലുതാക്കണമെങ്കിൽ വലുതാക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ 2 വിൻഡോയും ഇവിടെ ഇങ്ങനെ എടുത്തു വെക്കുക. ഹായ്, എന്താ ഒരു ഐശ്വര്യം അല്ലേ, കാണുമ്പോൾ തന്നെ മാർക്ക് ഇടാൻ തോന്നില്ലേ. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻവിജിലേറ്റർ വിളിച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ചോദ്യത്തിൻ്റെ ഫുൾ മാർക്കും ലഭ്യമാവും. ഇനി വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാൻ വരട്ടെ, പ്രധാനപ്പെട്ട ഒരു ഐറ്റത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ 2024 ചോദ്യം ഒന്ന് മാറ്റിയിട്ടുണ്ട് അവർ, ആ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു ലൈന് മാത്രം നമ്മൾ പഠിച്ചു വെച്ചാൽ മതി, ഒരേ ഒരു ലൈൻ. ഓക്കെ, ആ ലൈന് പഠിച്ചു വെച്ചാൽ നമുക്ക് ആ ചോദ്യം പുഷ്പം പോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ നോക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആ പറഞ്ഞ ചോദ്യമാണ് ഈ കിടക്കുന്നത് കേട്ടോ. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എക്സ്റ്റേണൽ CSS കൊടുക്കാനാണ്. ഓക്കെ, അപ്പോൾ എന്താ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ ചോദ്യം നോക്കി നിങ്ങൾ ടെൻഷൻ അടിക്കാനേ പോകരുത്. എന്ത് നോക്കുക, ഒരു HTML എക്സ്റ്റൻഷനോട് കൂടിയുള്ള ഒരു ഫയൽ ഉണ്ടാവും അല്ലേ, ഉണ്ടോ, അതാ അവിടെ കിടക്കുന്നത് index.html. ഓക്കെ, അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച്, അതുപോലെ തന്നെ ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ ഇവിടെ നമ്മൾ എക്സ്റ്റേണൽ CSS ആണ് വരുന്നതെങ്കിൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർമ്മിച്ച് വെക്കണം. എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് ഒരു ഫോൾഡർ കൂടി അവന്മാർ തന്നിട്ടുണ്ടാവും, റോബോട്ടിക് ഫെസ്റ്റ്. ഓക്കെ, ഇവിടെ കിടക്കുന്നുണ്ട് കണ്ടോ, ഇവിടെ റോബോട്ടിക് ഫെസ്റ്റ് ആണെച്ചെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ ആയിരിക്കും കേട്ടോ, ആ പേര് നോക്കി വെക്കരുത്. ഇത്രയും മനസ്സിലാക്കുക, എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് എക്സ്റ്റേണൽ CSS ചെയ്യാനുള്ള ചോദ്യമാണെങ്കിൽ ഒരു ഫോൾഡർ കൂടി അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും, തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ റോബോട്ടിക് ഫെസ്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിനകത്താണ് ആരുള്ളത്, index.html, അതായത് HTML ഫയൽ കിടക്കുന്നത്. ഇനി അതിനെ നമ്മൾ തുറന്നിട്ട് ആണ് ബാക്കി പരിപാടികൾ ചെയ്യേണ്ടത്. ഇനി ഇതിൽ നമുക്കൊരു കാര്യം കൂടി ഓർമ്മിച്ച് വെക്കാനുണ്ട്. ഇതിൽ എക്സാം ഡോക്യുമെൻറ്റ്സിൽ റോബോ ഫെസ്റ്റ് എന്ന ഫോൾഡറിൽ നൽകിയിട്ടുള്ള robo.css, ഇംഗ്ലീഷ് മീഡിയംകാർ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വരികയാണ്. ലിങ്ക് ദ robo.css given in the folder robo first in exam documents to give a page. Copy the file robo.css to exam10 before beginning the activity. ഈ ഒരു പോയിന്റാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഓർത്ത് വെക്കേണ്ടത്. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, robo.css എന്ന് പറയുന്ന ഈ ഫയലിനെ നമ്മൾ exam10ലേക്ക് ആദ്യം കോപ്പി ചെയ്യണം. ഈ ഒരു വേർഡ് എപ്പോഴും ഓർത്ത് വെക്കുക. എക്സ്റ്റേണൽ CSS ചെയ്യുമ്പോൾ അവിടെ ഒരു CSS ഫയൽ തന്നിട്ടുണ്ടായിരിക്കും. ആ CSS ഫയലിനെ നമ്മൾ ആദ്യം തന്നെ exam10 ഫോൾഡറിലേക്ക് എന്ത് ചെയ്തിരിക്കണം, ഓക്കെ, കോപ്പി ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളത് കോപ്പി ചെയ്യാൻ പോവാണ്, ആദ്യത്തെ പരിപാടി നമ്മൾ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നമ്മൾ മിനിമൈസ് ചെയ്തിട്ടുണ്ട്. എവിടെയാണ്, ഹോം ഫോൾഡറിനകത്ത് എക്സാം ഡോക്യുമെൻറ്റ്സിനകത്തേക്ക് പോവാണ്. എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് ഇതാകെ എടുക്കുന്നു ആൾ റോബോ ഫെസ്റ്റ്. ഓക്കെ, റോബോ ഫെസ്റ്റിനകത്ത് ആരുണ്ട്, robo.css എന്ന് പറയുന്ന ഫയൽ എടുക്കുന്നുണ്ട്. ഈ robo.css നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിനകത്തേക്ക് വന്ന് exam10 ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഇദ്ദേഹത്തിനൊക്കെ നമ്മൾ ഇന്നലെ ചെയ്ത കുറച്ച് ഫയൽസ് കിടക്കുന്നു, ഞാനൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ, നിങ്ങൾ കിടക്കുമ്പോൾ ഇതേപോലെ ആയിരിക്കും, ക്ലിയർ ആയിട്ടായിരിക്കും exam10 കിടക്കുന്നുണ്ടാവുക. അപ്പോൾ അതിനകത്ത് നമ്മളൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് കൊടുക്കുന്നു. അപ്പോൾ ഓക്കെ, ഇവിടെ നിങ്ങൾ കണ്ടോ robo.css, ഇപ്പം ഞാൻ ഇങ്ങോട്ട് എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് എന്താണ്, ആ CSS ഫയലിനെ എക്സാം 10ലേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. എവിടെയാണോ അത് കിടക്കുന്നത് ആ ഒരു ഫോൾഡറിനകത്ത് പോയിട്ട്, അതായത് എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത് ഒരു ഫോൾഡർ തന്നിട്ടുണ്ടായിരിക്കും, ആ ഫോൾഡറിനകത്തേക്ക് പോയി ആ CSS ഫയലിനെ കണ്ടെത്തുക, അത് കോപ്പി ചെയ്യുക, എക്സാം 10ലേക്ക് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ആ പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ index.html എന്ന് പറയുന്ന ഒരു ഫയൽ തന്നിട്ടുണ്ട് ഇവിടെ എക്സാം ഡോക്യുമെൻറ്റ്സിനകത്ത്. റോബോഫെസ്റ്റ് എന്ന് പറയുന്ന റോബോഫെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ എക്സാം 10 ഓപ്പൺ ചെയ്ത് വെച്ച ആ വിൻഡോ ഒന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. എല്ലാം കൂടി നമുക്ക് കൺഫ്യൂഷൻ ആക്കണ്ട. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഹോം ഫോൾഡറിനകത്തേക്ക് പോകണം. അതിനുശേഷം നമ്മൾ എക്സാം ഡോക്യുമെൻറ്റ്സ് എടുക്കുന്നു, റോബോഫെസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ എടുക്കുന്നു. ഇവിടെ നമുക്ക് തന്ന ഫയൽ കാണാം, index.html. അപ്പോൾ ഈ index.html നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷൻ മറന്നു പോകരുത്. ഓപ്പൺ വിത്ത് അതർ അപ്ലിക്കേഷനിൽ പോയാൽ കണ്ടോ 2 ടെക്സ്റ്റ് എഡിറ്റേഴ്സ് ഇവിടെ എടുക്കുന്നുണ്ട്, ഏത് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, നമ്മളൊന്ന് ചൂസ് ചെയ്ത് കൊടുക്കുന്നു. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ എന്ത് വരും, ഫയൽ ഇല്ലാത്തത് വരും. നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയ ഫയൽ ഇല്ലാത്തത് വരണമെന്ന് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് വരും നോക്കാം. 1 2 3 4. ഓക്കെ, ഇവിടെ എന്താ വന്നത്, ഓക്കെ ഫയൽ ഇല്ലാത്തത് തന്നെ, നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി കാണാം, ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. നോക്കുക, അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ വന്നത് എങ്ങനെയായിരുന്നു, ഫയൽ ആ മെനൂസൊക്കെ ഉള്ള ഒരു ടെക്സ്റ്റ് എഡിറ്റർ ആയിരുന്നു. എന്നാൽ ഇവിടെ ആ മെനൂസ് ഇല്ലാത്തൊരു ടെക്സ്റ്റ് എഡിറ്ററാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ വെച്ചാൽ ടെൻഷൻ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ കാര്യങ്ങൾ ചെയ്യാം. ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ, നിങ്ങൾക്ക് മൊബൈലിൻ്റെ പോലെ ഒരു ഓപ്ഷൻ ബട്ടൺ ഇവിടെ കാണാം, അതിലെല്ലാ കക്ഷികളും ഉണ്ട്. അപ്പോൾ അതിന് ടെൻഷൻ അടിക്കാൻ പോകേണ്ട. നമ്മൾ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്ന് പറയുന്നത് ഇതിലേക്ക് എക്സ്റ്റേണൽ CSS ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ലൈന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം, ഓർത്ത് വെച്ചോളൂ. ആദ്യം നമ്മൾ ഇതിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത് കേട്ടോ, അതായത് ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് എഴുതേണ്ടത്. അതും കൂടി ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗിൻ്റെ അടിയിലാണെച്ചെങ്കിൽ എന്തായി, എല്ലാ കാര്യങ്ങളും ശുഭമാവും. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ഇവിടെ എന്താ ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം തന്നെ നമ്മൾ എന്ത് തുറക്കണം, ഒരു ഓക്കെ എന്താ നിങ്ങളതിനെ പറയൽ, ലെസ് ദാൻ ചിഹ്നമെന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആംഗിൾ ബ്രാക്കറ്റ് എന്നൊക്കെ പറയട്ടെ. ശരിയായ പേര് ആംഗിൾ ബ്രാക്കറ്റ് എന്നാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു ടാഗ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ലിങ്ക് ടാഗ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു സ്പേസ് ഇട്ടിട്ട് REL എന്ന് കൊടുക്കുന്നു, ഈക്വൽ ടു ഇടുന്നു. അതിനുശേഷം നമ്മൾ ഡബിൾ ഇൻവെർട്ടഡ് കോമ ഇടുന്നു. ഈ ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ നമ്മൾ ഒരാളെ എഴുതി കൊടുക്കണം, സ്റ്റൈൽ ഷീറ്റ്. ഓർത്ത് വെക്കാനൊന്നും പണിയില്ല, സ്റ്റൈൽ ഷീറ്റാണിത്. അതുകൊണ്ട് നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എന്ന് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ സ്പേസ് ഇട്ട് ഒരു കക്ഷി കൂടി കൊടുക്കുന്നു, റെഫറൻസ് ആണ്, നമ്മൾ href എന്ന് കൊടുക്കുക. അത്രയും കാര്യങ്ങളൊന്നും ഓർത്ത് വെക്കാം കേട്ടോ. ലിങ്ക് റെൽ ഇസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, href ഇസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ഈക്വൽ ടു ഇട്ടതിന് ശേഷം ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ നമ്മളെ CSS ഫയലിൻ്റെ പേര് എന്തായിരുന്നു, ഓർമ്മയില്ലെങ്കിൽ വേണ്ട, നമ്മൾ ചോദ്യം എടുത്ത് നോക്കാം. robo.css. ഈ .css വരുന്നതിന് മുന്നുള്ള കക്ഷി ആരാ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ robo.css ആണ്. അപ്പോൾ ആ പേര് നമുക്ക് hrefൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ അവിടെ അവിടെ എഴുതിയത് പോലെ തന്നെ കൊടുക്കുക കേട്ടോ. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ എഴുതിയത് അതുപോലെ തന്നെ നമ്മളിവിടെ ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ എറർ ലഭിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പോകരുത്. ക്വസ്റ്റ്യനിൽ എങ്ങനെയാണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല, ഒരൊറ്റ കാര്യം കൂടിയുണ്ട്, അതും കൂടിയും കഴിഞ്ഞാൽ സംഭവം ക്ലോസ്. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് സ്പേസ് ഇട്ടിട്ട് ടൈപ്പ്, ഓക്കെ ഇതൊന്നും ഓർത്ത് വെക്കാൻ പാടില്ല, ടൈപ്പ് ഈസ് ഈക്വൽ ടു, ഇനി ഇവിടെ ടെക്സ്റ്റ് ബാർ CSS, ടെക്സ്റ്റ് ഫോർവേഡ് സ്ലാഷ് ഇടുക, അതിന് ശേഷം CSS. ഓക്കെ, അത് കഴിഞ്ഞ് ഡബിൾ ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ ടാഗിൻ്റെ എന്താണ് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചാൽ, ബൈ ഹാർട്ട് ചെയ്യാനൊന്നുമില്ല, ഒന്നൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ലിങ്ക് റെൽ ഈസ് ഈക്വൽ ടു സ്റ്റൈൽ ഷീറ്റ്, href ഈസ് ഈക്വൽ ടു ആ CSS ഫയലിൻ്റെ പേര് ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിൽ കൊടുക്കണം. ഇതിലെല്ലാത്തിലും ഡബിൾ ഇൻവെർട്ടഡ് കോമയുടെ ഉള്ളിലാണ് അതിൻ്റെ ഒക്കെ വാല്യൂ കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ടൈപ്പ് ഈസ് ഈക്വൽ ടു ടെക്സ്റ്റ് ബാർ CSS. അപ്പോൾ ആ ലൈൻ ഒന്ന് പഠിച്ചു വെക്കുക. ഈ ലൈന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഈ എക്സ്റ്റേണൽ CSS നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു ഫയൽ എക്സാം 10ലേക്ക് CSS ഫയൽ കോപ്പി പേസ്റ്റ് ചെയ്യാൻ മറക്കരുത് ആദ്യം. അതിനുശേഷം ഈ ലൈന് കൊടുക്കുക ഇതേപോലെ. അതിനുശേഷം നമ്മൾ ഫയൽ മെനുവിൽ പോയിട്ട് സേവ് ആസിൽ ക്ലിക്ക് ചെയ്യുന്നു. നേരത്തെ ചോദ്യത്തിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, ഇവിടെ അതിനൊരു പേര് കൊടുക്കണം. അപ്പോൾ .html കളയാതെ നമ്മളെ രജിസ്റ്റർ നമ്പർ കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ 1 2 3 4 5 6 എന്ന് ജസ്റ്റ് നമ്പർ കൊടുത്തു. നിങ്ങൾ ഹാൾ ടിക്കറ്റുള്ള നമ്പർ കൊടുക്കണം, ഇതുപോലെ കൊടുത്തു വെക്കരുത് കേട്ടോ. അപ്പോൾ ഹാൾ ടിക്കറ്റുള്ള നമ്പർ കൊടുത്തതിന് ശേഷം നമ്മൾ അണ്ടർസ്കോർ ഇടുന്നു. അതിനുശേഷം നമ്മൾ Q4, നമ്മളെ ചോദ്യം എത്രയാണ്, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ Q4
നമ്മൾ എക്സാം ഇങ്ങനെ തീരാൻ പോണ ടൈമാണ്, 4ാമത്തെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ q4.html എന്ന് നമ്മൾ കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഫോൾഡർ ഇവിടെ സെലക്ട് ആയിട്ടുണ്ടോ ഇല്ല, അത് മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഹോം ഫോൾഡറിൽ പോയതിനു ശേഷം exam10 ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ആവശ്യമില്ലാത്ത ഫോൾഡേഴ്സിനൊക്കെ ഒന്ന് ക്ലോസ് ചെയ്ത് കളയുന്നുണ്ട്. ഇദ്ദേഹത്തിന് നമുക്കൊന്നും ഇങ്ങോട്ട് മാറ്റി വെക്കാം, അദ്ദേഹം അവിടെ ഇരുന്നോട്ടെ, ഒന്ന് റെസ്റ്റ് എടുത്തോട്ടാണ് അല്ലേ. അപ്പോൾ അതിനുശേഷം നമ്മൾ ഹോം ഫോൾഡറിലേക്ക് പോകുന്നു. അവിടെ exam10-നകത്തേക്ക് പോകുന്നു. exam10-നകത്ത് നമ്മൾ 2 കക്ഷികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ സേവ് ചെയ്ത് ആ HTML ഫയലിന് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഓപ്പൺ ചെയ്ത ഫോൾഡറിൻ്റെ വിൻഡോ ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്തേക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 2 കക്ഷികളെയും ഇങ്ങനെ വെടുപ്പായി ആ ഒരു മോണിറ്ററിനകത്ത് ഇങ്ങനെ കാണിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നിങ്ങളെ ഇൻവിജിലേറ്റേഴ്സ് വന്ന് നിങ്ങൾക്ക് A+ തരുമോ ഇല്ല, HTML-നുള്ള 7 മാർക്കും തന്നു പോകും. ഓക്കെ, അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.